ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വെരി ഹെൽത്തി ആൻഡ് ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ആദ്യമായി ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പഞ്ഞപ്പുല്ലും ചെറുപയറും വെച്ചാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഒരു ബൗളിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ഞപ്പുല്ല് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് തന്നെ നമുക്ക് 1/2 കപ്പ് ചെറുപയറും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വൈകിട്ടാണ് ഇത് കുതിരുന്നതിനായിട്ട് വെക്കുന്നത്. നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഒരു 5-6 പ്രാവശ്യം നന്നായിട്ട് നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. തെളിയുന്നത് വരെ, വെള്ളം നന്നായിട്ട് തെളിയുന്നത് വരെ കഴുകിയെടുക്കണം. അപ്പം നന്നായിട്ട് കഴുകിയെടുത്ത് നല്ല വെള്ളം ഒഴിച്ച് നമുക്ക് കുതിരുന്നതിനായിട്ടിത് അടച്ച് വയ്ക്കാം. ഇപ്പം രക്തക്കുറവിനും മുടിയുടെയും സ്കിന്നിൻ്റെയും എല്ലിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് ഈ പഞ്ഞപ്പുല്ല്. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ വലിയ ബൗളിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഈ കുതിരുന്നതിനായിട്ട് വെച്ച വെള്ളം നമുക്ക് ഊറ്റിക്കളയാം. വേറെ വെള്ളം ചേർത്താണ് ഞാനിത് അരയ്ക്കുന്നത്. ഇപ്പോൾ റാഗിയിൽ ധാരാളം പ്രോട്ടീൻസും ഫൈബറും കാൽസ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഡയബറ്റിക്സ് ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ് റാഗിയും ചെറുപയറും. അപ്പോൾ ഇതിലേക്ക് 4-5 അല്ലി ചുവന്നുള്ളി, 4-5 ചെറിയ അല്ലി വെളുത്തുള്ളി, ഒരു തണ്ട് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 ചെറിയ പച്ചമുളക്, ഇത്രയും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിനി ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിൽ ഗ്ലൂട്ടൻ ഒട്ടും അടങ്ങിയിട്ടില്ലാത്തത് കൊണ്ട് ഈ റാഗി പ്രമേഹ രോഗികൾക്കും വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും വളരെ നല്ലതാണ്. ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നതിനാൽ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും അതുകൊണ്ട് തന്നെ ബ്ലഡ് വെസൽസിലെ ബ്ലോക്ക് തടയുന്നതിനും ഹാർട്ടിൻ്റെ ഹെൽത്തിനും ഒക്കെ സഹായിക്കുന്നു. അപ്പം നന്നായിട്ടിത് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ബൗളിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ദോശമാവിൻ്റെ പരുവത്തിൽ നമുക്ക് ലൂസാക്കി എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. വൈറ്റമിൻ സിയും സെലനിയവും കാൽസ്യവും ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ സ്കിന്നിൻ്റെ ചുളിവുകളൊക്കെ മാറുന്നതിന് വളരെ നല്ലതാണ്. അതുപോലെ എല്ലിൻ്റെ ബലത്തിനും ഒക്കെ വളരെ നല്ലതാണ്. ധാരാളം മഗ്നീഷ്യം അടങ്ങിയിരിക്കുന്നതിനാൽ ഹാർട്ടിനും ഷുഗർ കുറയ്ക്കുന്നതിനും വളരെ നല്ലതാണ്. ഇപ്പം ദോശക്കല്ല് നമുക്ക് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഓരോ തവി മാവ് വീതം നമുക്കിതിലേക്ക് കോരി ഒഴിച്ച് വളരെ തിന്നായിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടിത് മുരിഞ്ഞു വരും. ഇതിന് നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ കഴിക്കാൻ വളരെ നല്ലതാണ്. നമുക്കിതിലേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് വളരെ നല്ലതാണ്. ഈ റാഗിയിലെ ന്യൂട്രിയൻസ് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനായിട്ട് നെയ്യ് വളരെ നല്ലതാണ്. ഒമേഗ 3 ഒക്കെ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ നെയ്യ് ചേർക്കുന്നത് നല്ലതാണ്. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. ഇതിപ്പോൾ ഞാനിത് തിരിച്ചൊന്നും ഇട്ടിട്ടില്ല, കണ്ടില്ലേ, നല്ല തിന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.